ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോളാർ ലൈറ്റ് നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് കത്തുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് നിൽക്കുന്നില്ല. ഒരു നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം വർക്കായിട്ട് പിന്നെ കെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് പ്രശ്നം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ് കംപ്ലയിൻറ്റ് വരാനുള്ളത്. പിന്നെ ബോർഡിൽ നിന്ന് അത് പെട്ടെന്നൊന്നും അങ്ങനെ കംപ്ലയിൻ്റ് ആവില്ല. പിന്നെ ലൈറ്റിനും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതേ ആംബിയർ ഉള്ളതും അതുപോലെ തന്നെ ഇതേ വോൾട്ടേജുകൾ ഉള്ളതുമായിട്ടുള്ള 2 ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബാറ്ററി നിങ്ങൾക്ക് പിന്നെ ഇലക്ട്രോണിക്സ് ഷോപ്പ് കിട്ടും, കേട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പൊളിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോർഡ് കാണുന്നുണ്ട്. നമ്മളിതൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുമെന്നും അറിയില്ല. നമ്മളത് കഴിച്ചാൽ അതടക്കം സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിത് കമ്പനി ചെയ്യുമ്പോൾ പാക്കിങ്ങും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി നമ്മൾ പുലച്ചൊക്കെ വന്നത്. അപ്പോൾ മോന് ഭയങ്കര ക്ഷീണം, അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബാക്കി ഞാനങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഒന്ന് കൊടുക്കുക വേണ്ടു. നമ്മളിത് പറയുന്നത് അറിയാതെ കൂട്ടർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുമല്ലോ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഇങ്ങനൊരു ബോർഡ് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഇതുവരെ കഴിക്കാതെ ഇത് എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. പക്ഷെ അതുപോലെ ഒന്ന് കൊടുക്കുക കേട്ടോ. നമ്മളിത് അഴിച്ചത് എങ്ങനെയാണ് അതുപോലെ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് സെറ്റാക്കി നോക്കട്ടെ. ഇത് നമ്മൾ ഗ്ലൂ ഗണ്ണ് പശ എടുത്തിട്ട് ഒന്ന് ഇവിടെ അങ്ങ് സെറ്റാക്കുക, അത്ര തന്നെ. അപ്പോൾ ഇത് സോളാറിൻ്റെ സാധനമായതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ ഈ പാനലുണ്ടല്ലോ ഇരുടാകുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ച് കളയണം. എന്നിട്ട് നമ്മളിത് ഓണാക്കി നോക്കട്ടെ. ഓക്കെ ആയിട്ടുണ്ട്. സാധനം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് അറിയാം, ഇത് ഓട്ടോമാറ്റിക് സാധനമായതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന് വെളിച്ചം തട്ടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ലൈറ്റ് കെട്ടുപോകും കണ്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറഞ്ഞത്. ഇത് ഓട്ടോമാറ്റിക് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ചുവപ്പ് ലൈറ്റ് ഒരു നീല ലൈറ്റും കണ്ടോ. ഈ നീല ലൈറ്റ് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്വിച്ച് ഓണിലാണ് എന്നുള്ളതാണ് നീല ലൈറ്റ്. ഈ ചുവപ്പ് ലൈറ്റ് ഇപ്പം നമ്മൾ ചാർജിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്, കേട്ടില്ലേ? അപ്പോൾ ഇത് നമ്മൾ സോളാറിൻ്റെ ആയതുകൊണ്ട് ഈ പാനൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഈ പാനൽ ഇരുട്ട് തട്ടുമ്പോൾ മാത്രമേ ഓട്ടോമാറ്റിക് ലൈറ്റ് കത്തുള്ളൂ. അപ്പോൾ ഇരുട്ട് തട്ടാൻ വേണ്ടി ഞാൻ നിലത്ത് വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ലൈറ്റ് കത്തും. കണ്ടില്ലേ? അപ്പോൾ ഞാനിത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഈ പാനലിങ്ങിൻ്റെ മേലെ വെളിച്ചം തട്ടും. വെളിച്ചം തട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇത് കെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.